ഹായ് ആട് 3 എന്ന ജയസൂര്യ സിനിമ 100 കോടിയും കഴിഞ്ഞ് തിയേറ്ററുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് സിനിമയുടെ കളക്ഷൻ 100 കോടിയും പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ ഗംഭീര കളക്ഷൻ ആയിരുന്നു സിനിമയ്ക്ക് വന്നത്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷൻ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച. പക്ഷെ ഇന്നലെ ഞായറാഴ്ച നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 3 കോടിക്ക് താഴെ സിനിമ കേരളത്തിൽ മാത്രം ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആദ്യ ദിവസം ഉണ്ടാക്കിയെടുത്തൊരു ഓളം പിന്നീട് ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ അത് എത്രയാണ്, ഓരോ ദിവസവും സിനിമയ്ക്ക് എത്ര കോടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആട് 3 ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷൻ 18 കോടി 1 ലക്ഷം രൂപയാണ്. തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച സിനിമ 24 കോടി 66 ലക്ഷമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. അത് വലിയൊരു കളക്ഷനാണ്. മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച 23 കോടി 65 ലക്ഷം. അതും മികച്ച കളക്ഷനാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. എന്നാൽ നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച കളക്ഷനിൽ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 16 കോടി 22 ലക്ഷമാണ് ഞായറാഴ്ച ദിവസം സിനിമയ്ക്ക് നേടാനായത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ദിവസം ഞായറാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ 16 കോടിയിലേക്ക് സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോയി. 25 കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് വിചാരിച്ച സ്ഥാനത്താണ് 16 കോടി എന്ന കളക്ഷനിൽ ഞായറാഴ്ച അവസാനിക്കുന്നത്. അഞ്ചാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച സിനിമയുടെ കളക്ഷൻ 60% കൂടുതൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച. തിങ്കളാഴ്ച നേടിയത്, അതായത് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് തിങ്കളാഴ്ച നേടിയത് 6 കോടി 47 ലക്ഷം മാത്രമാണ്. വലിയൊരു ഇടിവ് അവിടെ സംഭവിച്ചു. ആറാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച അത് 4 കോടി 60 ലക്ഷമായി മാറി. അതായത് പിന്നെയും കളക്ഷൻ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച. ഏഴാം ദിവസമായിട്ടുള്ള ബുധനാഴ്ച സിനിമ നേടിയ കളക്ഷൻ 3 കോടി 55 ലക്ഷം. അതായത് പിന്നെയും കളക്ഷൻ താഴേക്ക് പോകുന്നു. എട്ടാം ദിവസമായിട്ടുള്ള വ്യാഴാഴ്ച 2 കോടി 87 ലക്ഷം മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നത്. അത് വലിയൊരു കുറവാണ്. അതായത് സിനിമയുടെ കളക്ഷൻ ഓരോ ദിവസവും താഴേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒൻപതാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച സിനിമയ്ക്ക് 3 കോടി 8 ലക്ഷം എന്നുള്ള ഒരു കളക്ഷൻ വരികയുണ്ടായി. അപ്പോൾ വ്യാഴാഴ്ചത്തെക്കാളും ഒരു പടി മുകളിൽ വെള്ളിയാഴ്ച കളക്ഷൻ കയറുന്ന ഒരു കാഴ്ച. 3 കോടി 8 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് 9-ാം ദിവസം ലഭിക്കുന്നത്. 10-ാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച അത് 4 കോടി 7 ലക്ഷമായി മാറുന്നു. അതായത് വീണ്ടും 1 കോടി കളക്ഷൻ കൂടുന്നു. തീർച്ചയായും ശനി ഞായർ ദിവസങ്ങളിൽ കളക്ഷൻ കൂടും എന്ന് നമ്മൾക്കറിയാം. ഇന്നലെ ഞായറാഴ്ച തീർച്ചയായും 4 to 5 കോടിക്കകത്ത് കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ ഞായറാഴ്ച 5 കോടിക്ക് താഴെ കളക്ഷൻ വരും. അങ്ങനെ 10 ദിവസം കൊണ്ട് ആട് 3 എന്ന സിനിമ നേടിയ കളക്ഷൻ 107 കോടി 18 ലക്ഷം രൂപയാണ്. തീർച്ചയായും വലിയൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 82 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ പിന്നീടുള്ള 6 ദിവസങ്ങളിൽ 25 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ 107 കോടി 18 ലക്ഷം രൂപയാണ് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 41 കോടി 35 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 കോടി 85 ലക്ഷം രൂപയും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിനിമ 60 കോടിയും കളക്ട് ചെയ്തു. ടോട്ടൽ 107 കോടി 18 ലക്ഷം രൂപ. ഇതാണ് ഇതുവരെ സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷൻ. സിനിമ 200 കോടിയിലേക്ക് എത്തും എന്ന് പല ആൾക്കാരും പറയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല. 150 കോടിക്ക് അടുത്ത് സിനിമ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സിനിമ മികച്ച കളക്ഷനിൽ മുന്നോട്ട് പോകുന്നു. സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ ഇല്ലാത്തത് വലിയ ഗുണകരമായി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ദൃശ്യം 3 2-ാം തീയതി റിലീസാണ് എങ്കിൽ സിനിമയ്ക്ക് വലിയ പണി കിട്ടിയേനെ. അത് നീണ്ടുപോയത് ആട് 3ക്ക് ഗുണകരമായി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിനിമ ഇതുവരെ നേടിയ കളക്ഷൻ 107 കോടി 18 ലക്ഷം രൂപ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.